ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഷോപ്പിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എൻ്റെ അടുത്ത് പറയുക, ഒരു ലോങ് വീഡിയോ ചെയ്തുകൂടെ എന്ന്. സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തക്കാർ കേട്ടോ. ഡെയിലി ലൈഫിൽ ഒരേ കാര്യം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇതൊരു വീഡിയോ ആക്കാനും മാത്രം ഒന്നുമില്ല. അപ്പം ഞാനൊരു കാര്യം വിചാരിച്ചു, എല്ലാവരും ഹോം ടൂർ ചെയ്യും പോലെ ഷോപ്പിൻ്റെ ഒരു ടൂർ ചെയ്യാമെന്ന്, ഒരു ഷോപ്പ് ടൂർ. ഞാൻ കുറേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു. ഈ വർക്ക് പ്രഷർ ഉണ്ടല്ലോ, അതെനിക്ക് താങ്ങാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണം, എന്തെങ്കിലും ഒന്ന് തുടങ്ങണം, നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടായി. അങ്ങനെ തുടങ്ങിയതാണ് ഈ ടൈലറിങ് ഷോപ്പ്. പെട്ടെന്നെടുത്ത തീരുമാനമൊന്നുമല്ല, കുറേ ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. വലിയ സെറ്റപ്പിലൊന്നും അല്ല കേട്ടോ തുടങ്ങിയത്. ചെറിയ രീതിയിൽ എന്നെക്കൊണ്ട് പറ്റും പോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ ഇപ്പോഴും ജോലിക്ക് പോയിട്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ അവരെ സഹായിക്കേണ്ട സമയമാണ്. ഈ സമയത്ത് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്നെക്കൊണ്ട് ഒന്നും പറ്റൂല എന്ന് എനിക്കെന്നെ നന്നായിട്ട് അറിയാം. ഇനി ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട, തുടങ്ങി കളയാമെന്നാണ് കരുതി. ഇത് സക്സസ് ആവുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു. എല്ലാം ദൈവത്തിൽ അർപ്പിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി. ഇവിടുന്ന് അറ്റത്ത് കാണുന്നതാണ് നമ്മുടെ ഷോപ്പ്. ക്യാമറ എനിക്ക് ഓഫ് ചെയ്യേണ്ടി വന്നു. ആൾക്കാരെ കണ്ടാൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇന്ന് ഞാൻ നേരത്തെ എത്തിയതുകൊണ്ടാണ് ഇവിടെ ആരും ഇല്ലാത്തത്. അമ്മേൻ്റെ അനിയത്തിയും പിന്നെ കട്ടിങ്ങിന് ഒരു ചേട്ടനും കൂടെ ഉണ്ട്. ഷോപ്പുകളൊക്കെ തുറന്ന് എല്ലാവരും ആക്റ്റീവ് ആവുന്നേ ഉള്ളൂ. അങ്ങനെ വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും മാത്രം വലിയ ഷോപ്പൊന്നും അല്ല കേട്ടോ ഇത്. ഇതാണ് ഞങ്ങളുടെ കട്ടിങ് ടേബിൾ. ഇന്ന് കട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെയാണ് അതിന് വെച്ചിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആ ബ്ലൗസ് എന്തോന്ന് ചെയ്യാനുണ്ടായിരുന്നു, ഞാൻ എടുത്ത് വെച്ചതാണ്, ഇന്ന് കൊടുക്കേണ്ടതാണ്. പിന്നെ ഉള്ളത് ഈ ഒരു ജാക്കിൻ്റെ മെഷീനാണ്. ഇത് അമ്മേൻ്റെ അനിയത്തിയാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഈ പവർ മെഷീനില്ല, അതാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മെഷീനാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലെ മെഷീനാട്ടോ. ഞങ്ങൾ ഒരു ലോ ബഡ്ജറ്റിൽ തുടങ്ങിയതായതുകൊണ്ട് തന്നെ ഒരു മെഷീനും കൂടി വാങ്ങിക്കാൻ ഞങ്ങൾക്ക് ആയില്ല. അപ്പോൾ ഇതെടുത്തിട്ട് വന്നതാണ്. പിന്നെ ഇത് ലോക്ക് മെഷീൻ. ലോക്കിന് ഈ ഒരു മെഷീനും ആ ജാക്കിൻ്റെ ഒരു പുതിയൊരു മെഷീനുമാണ് ഞങ്ങൾ പുതുതായിട്ട് വാങ്ങിച്ചത്. പിന്നെ ഈ സംഭവം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഷോപ്പിലേക്ക് കയറുന്ന സ്ഥലത്ത് ഇത്രയൊക്കെ ഉള്ളു. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു ഇച്ചിരി സ്പേസ് ഉണ്ട്. അവിടെ ഞങ്ങൾ കുറച്ച് എന്താ പറയുക, ഈ കട്ടിങ്സിൻ്റെ വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച സ്ഥലമാണ്. ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടേതല്ല കേട്ടോ. മുന്നേ ഈ ഷോപ്പ് ഉപയോഗിച്ചിരുന്നവരുടേതായിരുന്നേ. ഇതിന് മുന്നേ ഇവിടെ CSE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ ആയിരുന്നേ. അവരെ പോസ്റ്റർ പോലും ഞങ്ങൾ പറിച്ച് കളയാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അവരത്രയ്ക്ക് ഉറപ്പിൽ അത് ഒട്ടിച്ച് വെച്ചേ. അത് പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചുമരടക്കം പോരുന്ന ഉറപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ പിന്നെ അത് ഇളക്കാൻ പോയില്ല. ഇത്രയൊക്കെയുള്ള ഇവിടെ കാണിക്കാൻ, ചെറിയ ഷോപ്പാണല്ലോ അതുകൊണ്ട്. പിന്നെ കസ്റ്റമേഴ്സൊക്കെ വന്നാൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സോഫയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.